ഹലോ ഹായ് വൺസ് അഗെയിൻ ലോങ് ടൈം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഈ കാനഡയിലൊരു സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് എൻക്വയറീസ്, പ്രത്യേകിച്ചും ആൾക്കാർ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ, ഈവൻ ചില മെയിൻ സ്ട്രീം ഇന്ത്യൻ മീഡിയയിലൊക്കെ ഇത് ഒരുപാട് ഇന്ത്യൻസിനെ കാനഡ പുറത്താക്കുന്നു, ഇന്ത്യൻ സ്റ്റുഡൻസിനെ കാനഡ തിരിച്ചയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ ജനറലൈസ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ഇങ്ങനെ ന്യൂസുകൾ കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇത് ഭയമുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ എല്ലാവരും ഇങ്ങനെ തിരിച്ചയക്കൂ, എന്തുകൊണ്ടാണ് PGWP ഇങ്ങനെ ബ്ലൈൻഡായിട്ട് റെഫ്യൂസ്ഡ് ആവുന്നത് എന്നൊക്കെയുള്ള കൺസേണാണ്. മാത്രമല്ല ഇവരുടെ ഈ സമരം ഇത് എത്രമാത്രം ജസ്റ്റിഫയബിളാണ്, അതിൻ്റെ ആക്ച്വൽ റീസൺസ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിലർക്ക് എവിടെയൊക്കെ എന്തൊക്കെ കേട്ട് കാണും സോഷ്യൽ മീഡിയയിൽ. ബട്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ ആ ഒരു ഫീൽഡിലൊരു പ്രൊഫഷൻ എന്നുള്ള നിലക്ക് കുറച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ വഴി പറഞ്ഞുതരാൻ തോന്നി. On Friday, dozens of international students gathered in front of the college after 95% of them were refused their applications for post-graduation work permits. Despite many of them applying 18 to 24 months ago, the federal government claims their programs were non-credit, meaning they no longer qualify. Refugees and Citizenship Canada. Its website previously had no mention of non-credit programs being an issue for anyone who applied prior to May 15th, 2024. But on June 24th of this year, the department added this bullet point, clarifying non-credit programs were not eligible. Calgary-based Shori Law is now handling more than 200 cases with local international students. Need like the fair decision. Mark Villani, CTV News, Calgary. ഈ ഒരു പോട്ടേജ് കോളേജ് എന്ന് പറയും. ഈ കോളേജ് ആൽബർട്ട പ്രൊവിൻസിലാണ്. അപ്പോൾ ഈ കോളേജിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ഡെഫിനറ്റ്ലി മെജോറിറ്റി ഓഫ് സം ആർ ഫ്രം പഞ്ചാബ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവർ ഈ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധാരണ കാനഡയിൽ മിക്കവാറും നല്ല കോളേജുകൾ പഠിച്ചവർക്ക് 2 വർഷം പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 3 ഇയേഴ്സിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും. ഇനിയല്ല 1 ഇയറേ പഠിച്ചിട്ടുള്ളെങ്കിൽ അവർക്ക് ചിലപ്പം ഈ ഒരു 1 ഇയർ വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ ആ സമയത്തുള്ള എമിഗ്രേഷൻ പോളിസി കനേഡിയൻ മീഡിയയിലോ കനേഡിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിലോ ഒക്കെ ഉള്ള പോളിസി ഇതിൽ വളരെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ക്രീം സൈഡ് എടുത്തിട്ട് ഭംഗിയായിട്ട് കൺവിൻസിങ് രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ച് നിങ്ങളെ കാനഡയിലോട്ട് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈവൻ ഞാൻ കേട്ടത് ബാങ്ക് ബാലൻസ് പോലും ചില ഏജൻസികൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ആയതിനു ശേഷം അവർ വിഡ്രോ ചെയ്യും. അതൊക്കെ ഒരു ഈവൻ ബാങ്ക് മാനേജേഴ്സായിട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നു. ഇതൊക്കെ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും കനേഡിയൻ ഗവൺമെൻറ് ഇതിൻ്റെ വർക്ക് പെർമിറ്റും കനേഡിയൻ ഗവൺമെൻറ് PR പോളിസിയൊക്കെ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ആകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വരുന്ന ടെമ്പററി റെസിഡൻസ് സ്റ്റുഡൻസിനൊക്കെ അല്ലേ. ഈവൻ ഈ പല കോളേജസും കാനഡയിൽ പല കോളേജസും ഗവൺമെൻറ്റിൻ്റെ ആ ലിസ്റ്റിൽ വരുന്നില്ല. PGWP പ്രോഗ്രാമിന് എലിജിബിൾ അല്ലാത്ത കോളേജുകൾ ഒത്തിരി ഉണ്ട് കാനഡയിൽ. ചില കോളേജുകൾ എലിജിബിൾ ആണെങ്കിലും ചില പ്രോഗ്രാം എലിജിബിൾ അല്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പം കമ്മിങ് ബാക്ക് ടു കാൽഗറി നൗ, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഹങ്കർ സ്ട്രൈക്കൊക്കെ ചെയ്യുന്നത് ഈ ഇന്ത്യയെ പറ്റിയിട്ട് വളരെ ഒരു ചീപ്പ്, വളരെ ഒരു ബാഡ് മെസ്സേജാണ് സത്യം പറഞ്ഞാൽ. അതെനിക്ക് പറയുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ അതാണ് സത്യം. ഇതിനെ കനേഡിയൻ ഗവൺമെൻറ്, കനഡയിലെ മെജോറിറ്റി നിങ്ങൾക്കറിയണം, കനഡയിൽ ആകെ ഇന്ത്യക്കാർ 5% ഉള്ളൂ, 95% നോൺ ഇന്ത്യൻസാണ്. ഇതിനെ കനഡൻ്റെ ഒരു മേജർ കനഡൻ്റെ ഒറിജിനൽ കനഡിയൻ വൈറ്റ് പോപ്പുലേഷൻ തന്നെയായിരിക്കും ചിലപ്പോൾ 60-70% ഒക്കെ. ഇവരൊക്കെ ഇതിനെ എത്ര ചീപ്പായിട്ട് ഇവർ കാണുന്നത്. ഇവർ ഏത് ബേസിലാണ്? ദിസ് ഈസ് നോട്ട് ഇന്ത്യ. ഇന്ത്യയെ പോലും നിങ്ങളൊരു സ്ട്രൈക്ക് നടത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം സംഭവങ്ങളാണ്. ഞാൻ അതിനോടൊന്നും കിടക്കുന്നില്ല, നിങ്ങൾക്കറിയാം ഈ റീസെൻ്റ്ലി നടന്ന സംഭവങ്ങളൊക്കെ. എന്ത് ലോജിക്കിലാണ് ഇവർ കനേഡിയൻ ഗവൺമെൻറ് അടുത്ത് ഹങ്കർ സ്ട്രൈക്കും ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഇനി മാത്രമല്ല, ഏത് സമയത്തും കനേഡിയൻ ഗവൺമെൻറ് റൈറ്റ് ഉണ്ട് ഒരു കോളേജിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം. 23 ഗുഡ് ബുക്കിലുണ്ടായിരുന്ന കോളേജ് ഒരു പ്രോഗ്രാമിനെ 24 ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ കോട്ടപ്പായി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പ്രശ്നമാണോ? അല്ല. പിന്നെ നമ്മൾക്ക് വർക്ക് പെർമിറ്റ് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ ഇപ്പോൾ പറയുന്നത്. അതായത് കാനഡക്ക് ഒരു അത്ര ഷോർട്ടേജ് ഇവിടെ ഇല്ല, ഇവിടെ ആൾക്കാർ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും കാനഡയുടെ നിയമങ്ങൾ ഫോളോ ചെയ്ത് കാനഡയിൽ PRനൊക്കെ എലിജിബിൾ ആൾക്ക് പിടിച്ചൊന്ന് പോകാം. അല്ലാതെ അവർ കാനഡ തിരിച്ചു പോകണം, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് അന്വേഷിക്കണം. ഈ ഹങ്കർ സ്ട്രൈക്കെ പോലെ ഇങ്ങനെയുള്ള ചില ഈ പ്രൊട്ടസ്റ്റിംഗ് രീതികളൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനെക്കൊണ്ട് കൂടുതൽ ഡാമേജിങ് ആണ് വരുന്നത്. ലോകത്ത് ഒരു രാജ്യത്ത് സ്റ്റുഡൻസും കാനഡയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യത്തില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. ഇതേ കോളേജിൽ പഠിച്ച വിയറ്റ്നാമീസ് സ്റ്റുഡൻസോ ഫിലിപ്പീനോ സ്റ്റുഡൻസോ പാകിസ്ഥാനി സ്റ്റുഡൻസോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പഞ്ചാബിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു?
അപ്പോൾ അവർക്കൊരു തോന്നലുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കും. നിങ്ങളുടെ നാട്ടിലെ ഏജൻറ്റുമാർ ബസ് സ്റ്റാൻഡിലടക്കം പരസ്യം വെച്ചിട്ട് ആൾക്കാരെ പലതും പ്രോമിസ് ചെയ്ത് കാനഡയിലോട്ട് അയക്കും. ഏതെങ്കിലും തേർഡ് റേറ്റഡ് കോളേജ്, ഈ കോളേജിൻ്റെ പേര് ഇപ്പം ഞാൻ പറഞ്ഞൊന്നും കുഴപ്പമില്ല, പോർട്ടേജ് കോളേജ്. സത്യം പറഞ്ഞാൽ ഞാൻ പേരാദ്യമായിട്ട് കേൾക്കുന്നത്. നല്ല നല്ല വലിയ വലിയ കോളേജുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയാം, നമ്മുടെ മലയാളികളൊന്നും ഒരിക്കലും ഇത്തരം ചീറ്റിങ്ങിൻ്റെ ആൾക്കാരല്ല. നമ്മുടെ ആൾക്കാർ നാട്ടിലെ ഏജൻറ്റുമാരൊക്കെ ചിലപ്പോൾ നിങ്ങളെ പലതും പറഞ്ഞ് കുപ്പിയിലാക്കി ഇങ്ങോട്ട് അയക്കുകയാണെങ്കിലും നമ്മുടെ പൊതുവെ വരുന്ന സ്റ്റുഡൻസൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആൾക്കാരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയും ഇവിടെ പിടിച്ചു നിന്ന് കരകയറി പോകണമെന്നേ ഉള്ളൂ. ബട്ട് മറ്റന്മാരങ്ങനെയല്ല, നമ്മളെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ വരുന്ന ഫേക്ക് ലാംഗ്വേജ് ടെസ്റ്റൊക്കെ വെച്ചുകൊണ്ട് ഒത്തിരി പേരുടെ വന്നിട്ടുണ്ട്. പലരും ഇവിടെ വന്നിട്ട് കോളേജിലൊന്നും പോകാതെ ട്രക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ബ്രേക്ക് ചെയ്ത് കാനഡൻ്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കൺസെഷൻസിനും മാക്സിമം മിസ്യൂസ് ചെയ്ത വർഗ്ഗം നമ്മുടെ നാട്ടുകാരാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ പല മറ്റുള്ള ഭാഗത്തുനിന്നുള്ളവർ. അപ്പോൾ അതൊക്കെ കൊണ്ട് കനേഡിയൻ ഗവൺമെൻറ് പലതും റീസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മുമ്പൊക്കെ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക്, ഈവൻ ഒരു കോളേജിൽ 2 വർഷം ഡിപ്ലോമ ഒക്കെ വരുന്നവർക്ക് അവരുടെ വൈഫിനെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നതോടെ തന്നെ ഇവർ പോയിട്ട് മാരേജ് ചെയ്യും. ഈ മാരേജ് ജെന്യൂൻ ആണോ? അല്ല. ഈ മാരേജ് ഈസ് ബേസ്ഡ് ഓൺ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട്, ഒരു 25-30 lakhs ഒക്കെ ഈ മറ്റേ പാർട്ട്ണറുടെ സ്പൗസോ മറ്റെന്താണ് ബ്രൈഡോ ഗ്രൂമോ വാട്ട് എവർ, ഒരു പെൺകുട്ടിയെ പഠിക്കാൻ വരുന്നെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ട് പയ്യൻ്റെ ഫാമിലിയിൽ നിന്ന് കാശ് വാങ്ങിക്കും. നിന്നെ ഞാൻ സ്പൗസായിട്ട് കണ്ട കൊണ്ടുവരാം, ഇവിടെ വന്നിട്ട് ഡിവോഴ്സ് ചെയ്യും. ഇങ്ങനെ എത്ര സംഭവങ്ങൾ എനിക്കറിയുന്ന എൻ്റെ ഒരു സ്റ്റാഫ് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് മുമ്പ്, ഞാൻ അവന് പറഞ്ഞു വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ നടത്തുന്ന ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തപ്പോൾ എന്തായി, ഇപ്പം കോളേജിൽ പഠിക്കുന്നവർക്കൊന്നും 90% സ്പൗസൽ വർക്ക് പെർമിറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മൾ ഇന്ത്യക്കാരാണ് ശരിക്കും സായിപ്പിനെ പഠിപ്പിക്കുന്നത്. നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഡീസൻ്റ് ആൾക്കാരല്ല. നമ്മുടെ നാടും നമ്മൾ കൊടിച്ചോറാക്കി അവിടെ മാക്സിമം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് കറപ്ഷനാണ്. ഇനി ഇവിടെയും കാനഡയിൽ ഏതെല്ലാം രീതിയിൽ ഈ നാട് നശിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം കറപ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയും അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഈ ഹങ്കർ സ്ട്രൈക്കിൻ്റെ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഞാൻ അവരോട് സിമ്പതൈസ് ചെയ്യുന്നതോടൊപ്പം ഞാൻ പറയുകയാണ്, ദിസ് ഈസ് സെൻഡിങ് എ വെരി വെരി ബാഡ് മെസ്സേജസ് ടു മെജോറിറ്റി കനേഡിയൻസ്. കാരണം അവരിതിനെ കാണുന്നത് ഇവർ ഏത് ലോകത്തു നിന്നാണ് വന്നത്, ഇവർക്ക് നിയമങ്ങളും വ്യവസ്ഥകളൊന്നും അറിയത്തില്ലയോ. ഒരു കനഡയ്ക്ക് നാളെ ഏത് കോളേജിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം, ഏത് പ്രോഗ്രാമിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം. ഇനിയല്ല ഏതെങ്കിലും പ്രോഗ്രാം ബ്ലാക്ക് ലിസ്റ്റഡ് ആണെങ്കിൽ അത് കനേഡിയൻ ഗവൺമെൻറ്റായിട്ട് നിങ്ങൾ ഡീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ നാട്ടിലെ ഏജൻറ്റ് പറഞ്ഞ് കേട്ട് ബ്ലൈൻഡായിട്ട് അതൊക്കെ വിശ്വസിച്ചോടെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എത്തിയപ്പം വർക്ക് പെർമിറ്റ് കിട്ടിയില്ല, മറ്റ് എന്നോട് നാട്ടിലെ ഏജൻറ്റ് പ്രോമിസ്, അത് നിങ്ങൾ അവിടെ പോയി സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ദിസ് സ്റ്റുഡൻറ്റ് ഷുഡ് ഗോ ബാക്ക് ആൻഡ് പ്രൊട്ടസ്റ്റ് to the people who promised them everything, right? Canadian government has every right to break or make the rules anytime. അവരിപ്പം പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്, കനേഡിയൻ സിറ്റിസൺസിന് നമ്മളുടെ പാരൻസിനും ഗ്രാൻഡ് പാരൻസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമില്ല. എത്രയോ നാളായിട്ട് നിർത്തിവെച്ചിരിക്കുക. എന്നിട്ട് കനേഡിയൻ ഗവൺമെൻറ് ഇവിടെയുള്ള PR-കളും ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയിട്ട് കനേഡിയൻ സിറ്റിസണായ ഇന്ത്യക്കാരൊക്കെ പോയി സ്ട്രൈക്ക് ചെയ്യണോ? നോ. ഗവൺമെൻറ് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഏജിങ് പോപ്പുലേഷൻ, they are a serious kind of healthcare burden for the government. അപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് ഇതെല്ലാം ഒന്ന് സ്റ്റേബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. 2030 ഇതൊക്കെ ഒരുപാട് കൺട്രോളും ഇപ്പോൾ തന്നെ നമ്മുടെ മിസ്റ്റർ കാർണി അനൗൺസ് ചെയ്തു, പിന്നെ ആൽബർട്ട പ്രീമിയർ അനൗൺസ് ചെയ്തു. ഈ നടക്കുന്ന സമരത്തിനെ പറ്റി അവർ പറഞ്ഞു. അതുപോലെ തന്നെ കാർണി പറഞ്ഞു ഇമിഗ്രേഷൻ ഈസ് ഗെറ്റിംഗ് ഇൻ ടു കൺട്രോൾ, ഗെറ്റിംഗ് അണ്ടർ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു. കാരണം അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇതേ മൊമെൻറ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് കനേഡിയൻ ഗവൺമെൻറ് വിൽ ബി ബാക്ക് ഓൺ ട്രാക്ക്. അവർ ഓർഗാനിക് ഗ്രോത്ത് ടൈപ്പുള്ള ഇമിഗ്രേഷനായിട്ട് കനേഡിയൻ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരു രാജ്യത്ത് നമ്മളുടെ നാടിൻ്റെ ഇമേജ് കളയാതെ വെറുതെ അവിടെ ഇവിടെയും കൊടുന്ന് നിലവിളിച്ചുകൊണ്ടോ നിങ്ങൾ ഹങ്കർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടോ, ഇതൊരു വളരെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനുള്ള നാടായതുകൊണ്ട് തന്നെ സായിപ്പ് എങ്ങനെയായാലും മനസ്സ് ദയ തോന്നി എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ ഒരു വാസ്റ്റ് മെജോറിറ്റി കനേഡിയൻസ്, ഇതിൻ്റെയൊക്കെ താഴെ കമൻസ് നിങ്ങൾ വായിച്ചറിയാം, they are really criticizing this. They said, who the hell promised you this? Did Canadian government promise you something? Even if government promised you something, this college, if the government finds out the college is not in the, their good book, they can terminate. They can even disqualify them. അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും നിങ്ങളത് അനുഭവിക്കണം. നല്ല ബെസ്റ്റ് കോളേജിലൊക്കെ വന്ന് പഠിക്കാൻ വന്നവർക്ക് ഈ പ്രശ്നങ്ങളില്ല. ഇത് മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പഠിക്കാൻ വന്നവർക്ക് പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസ് വരും. ഗവൺമെൻറ് പലപ്പോഴും ഓഡിറ്റിങ്ങിലായിരിക്കും കണ്ടുപിടിക്കുന്നത് ഈ കോളേജ് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, ഇവരുടെ പ്രോഗ്രാം സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് ദയവായിട്ട് പറയുക, ഈ ഷോർട്ട് കട്ട്സ് എടുത്തിട്ടും നാട്ടിലുള്ള ഏജൻറ്റുമാരൊക്കെ പറയുന്നത് കേട്ടിട്ടും ഏത് പ്രോഗ്രാമിനായാലും സ്റ്റുഡൻസിന് ഞാൻ ജനറലായിട്ട് പറയുന്നു, ബട്ട് കൂടെ ഇനി ഇൻവെസ്റ്റർ പ്രോഗ്രാം ആയാലും മറ്റേത് പ്രോഗ്രാം ആയാലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. ഇനി അടുത്തായിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച പിന്നെയും. അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ് ഇഫ് യു ക്യാൻ. ഓക്കെ, താങ്ക് യു, ബൈ.